ഹലോ, വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് വാഗമണ്ണിൽ നിന്ന്, അതായത് നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമണ്ണ് പോകുന്ന റൂട്ടിൽ വാഗമണ്ണിനൊരു 4 കിലോമീറ്റർ മുന്നേ ലെഫ്റ്റിലോട്ടൊരു ചെറിയൊരു വഴിയുണ്ട്. ആ വഴി കൂടെ കയറിയാണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത്. ആ വഴി കൂടെ ഒരൊറ്റ മനുഷ്യർ വരില്ല, കണ്ടോ, ആരും തന്നെ ഇല്ല. ഇവിടെ വരെ എത്തിയത് ഞാൻ ഒറ്റയ്ക്കാണ്, വേറെ ആരും റോഡിലില്ല, ഇപ്പോഴും ആരുമില്ല. നിങ്ങൾ കണ്ടാൽ മതി, ഇത് കണ്ട. നല്ല രസമാണ് വഴി, ചെറിയൊരു വഴിയാണ്. അതെ, ഇത്രേ ഉള്ളൂ. റോഡ് ടാറിങ് ഒക്കെയാണ്, ഇടയ്ക്ക് കുറച്ചടുത്ത് കട്ടറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാറിൽ വരാം, നല്ലൊരു വ്യൂ ആണ്. ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് ഒരു വട്ടം, അതാണ് ഞാൻ വീണ്ടും ഇവിടെ വന്നത്. നേരത്തെ വന്നപ്പോൾ നല്ല രസമായിരുന്നു, ഇപ്പോൾ അത്രയൊരു രസം ഫീൽ ചെയ്യുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. എന്നാലും നല്ലൊരു രസമാണിത് ഇവിടെ വന്നിങ്ങനെ ഇരിക്കാൻ. ഒറ്റ മനുഷ്യരും ഇല്ല, ഇവിടെ ഇങ്ങനെ വന്നിരിക്കാം. നല്ലൊരു വ്യൂ ആണ്, ഒറ്റ മനുഷ്യരും ഇല്ലാത്തത് കൊണ്ട് രസമായിട്ട് നമുക്ക് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാം. അങ്ങ് ദൂരെ വണ്ടി പോകുന്നത് നമുക്ക് ഇവിടെ നിന്നാൽ കാണാം, കണ്ടോ. ഞാൻ വന്ന വഴിയാണെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ ഞാനിവിടെ ഒരു മണിക്കൂറോളമായി വെറുതെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. കണ്ടോ, ഒരു വളവാണ്, രസമാണ്. പേടി ഒരു ഒറ്റയ്ക്ക് വരുമ്പോൾ, കാരണം വേറെ ആരും ഇല്ല എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അതൊരു പേടിയാണ് നമുക്ക്. ഞാൻ വാഗമണ്ണിലോട്ട് പോകുന്നില്ല, ചുമ്മാ ഇവിടെ അടുത്ത് വരെ വന്നപ്പോൾ വന്നതാണ്. അപ്പോൾ ഇനിയും കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ വേറൊരു സ്ഥലമുണ്ട്, അതും അടിപൊളിയാണ്. അതും ഞാൻ അന്ന് പോയതാണ്. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോയി നിങ്ങളെ കാണിക്കാം. ഈ റൂട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെസ്സേജ് ഇടാം, കാരണം നിങ്ങൾക്ക് വരുന്ന വഴിയെല്ലാം നല്ല രസമാണ് കാണാൻ. എനിക്ക് ബൈക്കിലായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനൊരു ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമണ്ണിന് ഒരു 5 കിലോമീറ്റർ മുന്നേ ലെഫ്റ്റ് കയറി, അതായത് ഉളുപ്പുണിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഷോട്ടാണ്. വാഗമണ്ണ് ടച്ച് ചെയ്യാതെ അത്യാവശ്യം ഒരു 7-8 കിലോമീറ്റർ നിങ്ങൾക്ക് ലാഭിക്കാം, നല്ലൊരു വ്യൂവും കിട്ടും. അപ്പോൾ ഞാൻ മറ്റേ സ്ഥലത്തോട്ട് പോവാണ്. ഓക്കെ, ഞാനങ്ങനെ കുറച്ചുകൂടെ മുകളിലോട്ട് കയറിയപ്പോൾ കുറച്ചുകൂടെ വിസിബിലിറ്റി ആയിട്ടുള്ള ഒരു വ്യൂ ആണ് കിട്ടിയത്. ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം, നോക്കൂ. എന്തൊക്കെ പറഞ്ഞാലും നേരിട്ട് വന്ന് കാണുന്നതിൻ്റെ ഭംഗി നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ കിട്ടത്തില്ല കേട്ടോ. ആരുമില്ല. ഇതുപോലുള്ളൊരു നല്ല വ്യൂവിൽ പോകണമെങ്കിൽ അത്യാവശ്യം ഒത്തിരി ആൾക്കാർ ഇവിടെ കാണും, നമുക്ക് ആ ഒരു ഫ്രീഡം കിട്ടത്തില്ല. ഇതിപ്പോൾ ഇവിടെ വന്ന് ബൈക്ക് വെച്ച് ഇവിടെ വന്ന് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എത്ര നേരം വേണേലും നമുക്ക് ഈ ഒരു വ്യൂവും കണ്ട് ഇങ്ങനെ നിൽക്കാം. ദൂരെ ഒരു റിസോർട്ട് കാണാം കേട്ടോ, 1, 2 കണ്ടോ. അത്യാവശ്യം കോടയുണ്ട്. ഇതാണ് വഴി, മുമ്പേ വന്ന വഴി പോലെ തന്നെ ഇങ്ങനെ കയറി പോകണം. ഇനി മുകളിൽ ചെല്ലുമ്പോൾ അടുത്ത വ്യൂ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പം വീണ്ടും ഞാൻ മുകളിലേക്ക്, അങ്ങോട്ട് പോവാണ്. ഹായ്, ഞാൻ മുമ്പേ പറഞ്ഞ സ്ഥലം ഇതാ കേട്ടോ. ഇത് കണ്ടോ, അവിടെ എല്ലാം ബംഗാളികൾ താമസിക്കുന്ന കേട്ടോ. ബംഗാളികൾക്ക് താമസിക്കാൻ വേണ്ടി എന്ത് രസമാണെന്ന് നോക്കി. ഇവിടെ ഉണ്ട്, അതൊക്കെ ബംഗാളികൾ താമസിക്കുന്നത്. അന്ന് ഞാൻ വന്നപ്പോൾ ഇത് ഫുള്ള് നിറഞ്ഞു നിൽക്കുമായിരുന്നു, നല്ല മഴയായിരുന്നു. അപ്പോൾ ഫുള്ള് കോടയൊക്കെ വന്ന് വീശി നല്ല രസമായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എനിക്ക് അത്ര ഭംഗി തോന്നുന്നില്ലെങ്കിലും അന്നത്തെ ആ ഒരു ഫുൾ വ്യൂ, എക്സ്ട്രീം ലെവൽ വ്യൂ ആയിരുന്നത്. ഓക്കെ, ഇത് ഫുള്ള് നിറഞ്ഞ് നല്ല കോടയൊക്കെ ആയിട്ട് നല്ല കിളികളുടെയൊക്കെ സൗണ്ട്. അങ്ങോട്ടൊക്കെ വഴിയുണ്ട്, ഇങ്ങനെ കയറിപ്പോവാം. ഇവിടുത്തെ ലോക്കൽക്കാരുമായിട്ടൊക്കെ കമ്പനി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ പോകാമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നില്ല. ശരി എന്നാൽ ടാറ്റ. വേറെ സ്ഥലത്തോട്ട് നമുക്ക് അടുത്ത വേറെ സ്ഥലമുണ്ട്, അവിടെ പോകാം. ഈ റിസോർട്ട് നമ്മുടെ കുഞ്ചാക്കോവൻ്റെ രാമൻ്റെ ഏലന്തോട്ടം എന്ന പടമില്ലേ, അതിനകത്തെ റിസോർട്ടാണെന്ന് തോന്നുന്നു, അറിയില്ല. ഒരു 90% ആണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അടുത്ത സ്ഥലത്തെത്തിയിരിക്കുകയാണ്. തങ്ങളുപാറയുടെ ബാക്ക് സൈഡാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അതാണ് തങ്ങളുപാറ. ആൾക്കാരൊക്കെ നിൽക്കുന്നത് കണ്ടോ, ഇതാണ് തങ്ങളുപാറ. അതുകൊണ്ട് ഒരു പുള്ളി അവിടെ നിൽക്കുന്നുണ്ടോ, അതുകൊണ്ട് കണ്ടോ, അതാണ് തങ്ങളുപാറ. തങ്ങളുപാറയുടെ ബാക്ക് സൈഡിൽ നല്ലൊരു വ്യൂ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അരയന്നങ്ങൾ കണ്ടോ, അതുപോലെ ഉണ്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ്. അതായത് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഏപ്രിലാണ്. നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് വരികയാണെങ്കിൽ നല്ലൊരു വ്യൂ ആയിരിക്കും ഇവിടെ, അത് ഫൈം. ഓക്കെ, പക്ഷേ ആ കാണുന്നതാണ് ഗേറ്റ്, അത് ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. അവിടെ ഒരു വീടുണ്ട്, അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പം അങ്ങോട്ടൊക്കെ കയറ്റി വിടുമായിരിക്കും, എന്താണേലും. ഇനി അപ്പുറത്തെ സൈഡ് വ്യൂ ഇതാണ്. ഹായ്,
ഫുള്ള് കോട മൂടി, അതുകൊണ്ട് നിങ്ങൾക്ക് കാണുമെന്ന് അറിയത്തില്ല. മലയാണ്. ഇവിടെ ഒരു കൊക്കയുണ്ട്. അവിടെ അങ്ങോട്ട് കുറച്ചുകൂടെ പോകുന്നിടത്ത് എക്കോ പോയിൻ്റ് ഉണ്ട്. ഓക്കെ, ഈ വഴി നിങ്ങൾക്ക് വരണമെങ്കിൽ, അതായത് നിങ്ങൾ തങ്ങൾപാറ റോഡിലോട്ട് കയറി അവിടെയാണ് തങ്ങൾപാറ എന്ന് വിചാരിച്ചോ. അപ്പോൾ അങ്ങോട്ട് കയറാതെ നേരെ തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വ്യൂ കിട്ടും. ഓക്കെ, കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മുരുകൻ ടെമ്പിളോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അവിടെ, എക്കോ പോയിൻറ്റും ഒക്കെ ഉണ്ട്. നമുക്കന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അങ്ങനെ ഞാൻ അടുത്ത സ്പോട്ടായ എക്കോ പോയിൻറ്റിലാണിപ്പോൾ. അതായത് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നിടത്താണ്. ഇവിടെയും മാനും മനുഷ്യരും ഒന്നുമില്ല. കണ്ടോ, ഞാൻ ബൈക്ക് ഓടിച്ചതേ അവിടുന്ന് ഓടിച്ച് ഇവിടെ വരെ കയറ്റി, പിന്നെ അങ്ങ് പൊതഞ്ഞു. അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങ് നിർത്തി. ടോപ്പിലോട്ട് കയറി ചെല്ലുമ്പോഴും ഒന്നുമില്ല, അത്രയേ ഉള്ളൂ. അവിടെ ഒരു ഫാമിലി ഉണ്ട്. ഒരു കാറ് അതുവഴി പോന്നു. വേണ്ട, ഇതാണ് ടോപ്പ് വ്യൂ. നല്ല രസമുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കണം കുറേ നേരം. ഇപ്പോൾ സമയം ഏകദേശം 12 മണിയായി. വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല. വേണ്ട, തങ്ങൾപാറയിൽ ഇഷ്ടംപോലെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ. ഓക്കെ, നമുക്കിനിയും പോകുന്ന വഴി ഇനി ഏതെങ്കിലും സ്പോട്ടുകളോ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയറാം. അപ്പം ഞാനിവിടുന്ന് തിരക്കുകയാണ്. അങ്ങനെ വരുന്ന വഴി ഒരു കോഫി ഹട്ട് കണ്ടു. നല്ല രസമുണ്ട്. കണ്ടോ, ഷേക്കും ബർഗർ മാമോസ് എല്ലാം ഉണ്ട്. ഇത് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല സെറ്റപ്പ് ആക്കിയിട്ടിട്ടുണ്ട്. അടിപൊളി സെറ്റ്. ഇവിടെ നിന്നുള്ള വ്യൂ നിങ്ങൾക്ക് ഒരു അടിപൊളി ഒരു വ്യൂ ആണ്. കണ്ടോ, വാവ്. അതാണ് മറ്റേ സിനിമയിലൊക്കെ കാണാവുന്ന ആ ഒരു സാധനത്തെ. കണ്ടോ, അടിപൊളിയല്ലേ. പക്ഷേ ഇവിടെ ഇവർ തുറന്നിട്ടില്ല. തുറന്നിട്ടുണ്ടായിരുന്നേ നമുക്ക് ഉറപ്പായിട്ട് ഒരു മാമോസും ചായയും ഒക്കെ ഇട്ട് പോയായിരുന്നു. രാത്രിയാകുമ്പോഴേ ഇത് കണ്ടോ, ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, സെറ്റായിരിക്കും. ഇത് കൊള്ളാം കേട്ടോ. ഇത് കണ്ടോ, വണ്ടിയൊക്കെ പോകുന്നുണ്ട്. എൻ്റെ ബൈക്ക് ഞാൻ അവിടെ വെച്ചു. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ മുള കൊണ്ടുള്ള എല്ലാ സെറ്റപ്പാണ്. അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കയറിൽ കെട്ടി തൂക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കുറേ കൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടുന്നും പതുക്കെ ഇറങ്ങുകയാണ്. അങ്ങനെ ഞാൻ പതുക്കെ ഇറങ്ങുകയാണ്, ഈരാറ്റുപേട്ടയിലോട്ട് പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ പുറകിലൊരാളെ കണ്ടോ, കുതിരയാണ്. ഒറ്റയ്ക്ക് പാവോടെ നിൽക്കുക. അപ്പോൾ ശരി, നല്ല സ്ഥലം കണ്ടോ. അപ്പോൾ ബൈ ബൈ. ഇനിയും പുതിയൊരു വീഡിയോ കുറേ നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ടാറ്റ.